ഹോക്കിയിൽ ഇന്ത്യ വീണ്ടും വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണത്തെ വെങ്കല നേട്ടം ടോക്കിയോയിലെ നേട്ടം ഇവിടെ പാരീസിലും ഇന്ത്യ ആവർത്തിച്ചിരിക്കുകയാണ്. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് വെങ്കലം. PR ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള തത്സമയ ദൃശ്യമാണ് കണ്ടത്. അവിടെ ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളാണ്. 2-1 സ്പെയിനെ വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യ തോൽപ്പിച്ചിരിക്കുന്നത്. ലീഡ് നേടിയത് സ്പെയിൻ ആയിരുന്നു. പക്ഷേ പിന്നീട് ഹർമൻപ്രീത് സിംഗ് 2 ഗോളുകൾ നേടിക്കൊണ്ടാണ് ഇന്ത്യക്ക് ഈ വിജയ മുഹൂർത്തം സമ്മാനിച്ചിരിക്കുന്നത്. ഇന്ത്യ അങ്ങനെ വെങ്കല മെഡൽ നേടിയിരിക്കുകയാണ്. പഴയ പ്രതാപത്തിലേക്ക് ഇന്ത്യക്ക് വരാൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും ഇത്തവണയും വെങ്കല മെഡൽ നേടുവാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് ഒളിമ്പിക്സിൽ എന്നുള്ളത് പ്രത്യേകതയാണ്. സെമി ഫൈനൽ മത്സരത്തിൽ ജർമ്മനിയോട് പൊരുതി തോൽക്കുകയായിരുന്നു ഇന്ത്യ. തുടർന്നാണ് സ്പെയിനെതിരെയുള്ള വെങ്കല മെഡൽ മത്സരത്തിൽ ഇന്ത്യക്ക് 3ാം സ്ഥാനം കിട്ടിയതും അങ്ങനെ ടോക്കിയോയിൽ നേടിയ വെങ്കല മെഡൽ പാരീസിൽ നിലനിർത്തുവാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യം ഇതാണ്. PR ശ്രീജേഷിന്റെ ഇന്ത്യൻ ഗോൾ കീപ്പർ PR ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള ദൃശ്യമാണ് ഇപ്പോൾ കണ്ടത്. എന്തായാലും ഇന്ത്യ വീണ്ടും വെങ്കല മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ് ഒളിമ്പിക്സ് ഹോക്കിയിൽ. ആദ്യ ക്വാർട്ടറിൽ മുന്നിട്ട് നിന്നിരുന്നത് ആദ്യ ക്വാർട്ടറിൽ 2 പേരും ഗോൾ രഹിത സമനിലയിലായിരുന്നു. എന്നാൽ 2ാം ക്വാർട്ടറിൽ മത്സരത്തിന്റെ 18ാം മിനിറ്റിലാണ് സ്പെയിൻ ലീഡ് നേടിയത്. എന്നാൽ 30ാമത്തെ മിനിറ്റിൽ ഇന്ത്യ 1-1 33ാമത്തെ മിനിറ്റിൽ ഇന്ത്യ ലീഡ് നേടുകയും ചെയ്തു. ആ ലീഡ് അവസാന ക്വാർട്ടർ വരെ നിലനിർത്തുവാൻ ഇന്ത്യക്ക് സാധിക്കുകയും ചെയ്തു. അങ്ങനെ 2-1 ഇന്ത്യ വെങ്കല മെഡൽ. ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യ ഒരു വെങ്കല മെഡൽ കൂടി നേടിയിരിക്കുന്നു. ഹോക്കിയിലാകട്ടെ മുൻപ് സ്വർണത്തിന്റെ കഥ മാത്രം പറയുവാനുണ്ടായിരുന്ന ഇന്ത്യ 1980 ശേഷം ആ പ്രതാപം നഷ്ടപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. എന്നാൽ പിന്നീട് കഴിഞ്ഞ തവണ ടോക്കിയോ ഒളിമ്പിക്സിൽ ഇന്ത്യക്ക് വെങ്കല മെഡൽ ലഭിച്ചിരുന്നു. ആ വെങ്കല മെഡൽ ഇത്തവണ നിലനിർത്തുവാൻ ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യക്ക് സാധിച്ചിരിക്കുകയാണ്. പാരീസിൽ ഇന്ത്യക്ക് മെഡൽ തിളക്കം, വെങ്കല മെഡൽ തിളക്കം. ഹോക്കിയിൽ ഇന്ത്യ വീണ്ടും മെഡൽ സ്ഥാനത്തേക്ക് എത്തുകയാണ്. പോഡിയത്തിലേക്ക് ഇന്ത്യൻ ടീമും എത്തുകയാണ്. സ്പെയിനിന്റെ നീക്കം തടയാൻ ഗോളി PR ശ്രീജേഷിന് ആദ്യം സാധിച്ചില്ല. എന്നാൽ പെനാൽറ്റി കോർണറിൽ നിന്ന് ഇന്ത്യൻ ക്യാപ്റ്റന്റെ ഗോൾ എത്തിയപ്പോൾ 1-1 സമനില നേടുവാൻ കഴിഞ്ഞു. 33ാം മിനിറ്റിൽ ഹർമൻപ്രീത് ഇന്ത്യയെ മുന്നിലെത്തിക്കുകയും ചെയ്തു. അങ്ങനെ ശ്രീജേഷിന്റെ കരിയറിലെ അവസാന മത്സരമായിരുന്നു ഇന്നത്തേത്. അങ്ങനെ ഒരു മെഡൽ നേട്ടത്തിലൂടെ തന്നെ ശ്രീജേഷിന് ഉജ്ജ്വലമായ യാത്രയപ്പ് നൽകാൻ ഇന്ത്യക്ക് കഴിഞ്ഞിരിക്കുകയാണ്, ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരിക്കുകയാണ്. ഒളിമ്പിക്സ് ഹോക്കി പോരാട്ടത്തിന് പുറപ്പെടും മുൻപ് തന്നെ ഇത് പറഞ്ഞതാണ്. ഇന്ത്യൻ ടീം ഇപ്പോൾ ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണം, ആദ്യ പ്രതികരണം. വളരെ വളരെ സന്തോഷമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. ദൈവത്തിന് വളരെയധികം സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഗെയിം കാണുന്നത്. ഒരു കാര്യം തന്നെയാണ്. വളരെ സന്തോഷം. ദൈവത്തിന് വളരെയധികം സന്തോഷം. ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങനെ വീട്ടിൽ വന്ന് ആദ്യമായിട്ടാണ് ഗെയിം കാണുന്നത്. അതിങ്ങനെ സക്സസ്ഫുൾ ആയതിൽ വളരെയധികം സന്തോഷം. നിങ്ങളുടെ ഫോട്ടോകളുണ്ടായിരുന്നു, ആ സ്റ്റിക്കിൽ പേരുണ്ടായിരുന്നു. മക്കളുടെ പേര് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്തിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതിന്റെ ഭാഗമായിട്ട് സ്റ്റിക്കിൽ ചെയ്തതാണ്. ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും റിട്ടയർമെന്റ് കരിയർ ബെസ്റ്റ് പെർഫോമൻസോടെ ഒരു വലിയ മേജർ ടൂർണമെന്റ് കളിച്ച് റിട്ടയർ ചെയ്യണമെന്നാണ് റിട്ടയർമെന്റിനെ പറ്റി പറയുമ്പോൾ എപ്പോഴും പറയാറുള്ളത്. അത് തന്നെ കായിക ലോകത്തെ ഏറ്റവും വലിയ ഒരു നേട്ടം നേടിക്കൊണ്ട് രാജ്യത്തിന്റെ അഭിമാനമായിട്ട് റിട്ടയർ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് സത്യമായിട്ടും ഇപ്പൊ ഒന്നും പറയാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് സന്തോഷം, അഭിമാനം ശ്രീജേഷിനെ ഓർത്ത്. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മുടെ എന്താ പറയാ ഹോക്കിക്ക് ഇപ്പൊ അടുപ്പിച്ച് 2 വർഷം മെഡൽ നേടിക്കൊടുക്കാൻ കഴിഞ്ഞ ടീമിലെ അംഗവുമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഒരുപാട് സന്തോഷം, ഒരുപാട് അഭിമാനം ഈ ഒരു മൊമെന്റില്. ഒരു ഇംഗ്ലീഷ് ബാറ്റ് സിംഗിളായിട്ട് ശ്രീജേഷിന്റെ വീട്ടിൽ നിന്നുള്ള പ്രതികരണമാണ് കേട്ടത്. അങ്ങനെ ശ്രീജേഷിന് വീരോചിതമായ യാത്രയപ്പ് നൽകുവാനായിട്ട് ഇന്ത്യൻ ടീമിന് കഴിഞ്ഞിരിക്കുകയാണ്.
ടീം പാരീസിലേക്ക് പുറപ്പെടുന്നതിന് മുൻപ് തന്നെ ഹർമൻപ്രീത് പറഞ്ഞിരുന്നു ഉജ്ജ്വലമായ യാത്രയപ്പായിരിക്കും ശ്രീജേഷിന് നൽകാൻ പോകുന്നതെന്ന്. ആ വാക്ക് ഇന്ത്യൻ ടീം പാലിച്ചിരിക്കുകയാണ്. ശ്രീജേഷിന്റെ തിളക്കമാർന്ന പ്രകടനവും ഒളിമ്പിക്സ് ഹോക്കി ടൂർണമെന്റിൽ ഇന്ത്യക്ക് വേണ്ടി ഈ ഒരു നിർണായക പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ത്യക്ക് വെങ്കല മെഡൽ, ടോക്കിയോയിലെ നേട്ടം പാരീസിലും ആവർത്തിച്ചിരിക്കുകയാണ്. എൽദോ ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. എൽദോ, പ്രതീക്ഷ ഒരു നേട്ടം തന്നെയായിരുന്നു. ഇന്ന് ഇന്ത്യ എന്തായാലും സ്പെയിനിനെ മലർത്തിയടിക്കുമെന്ന് അതെന്തായാലും സംഭവിച്ചിരിക്കുകയാണല്ലോ. പക്ഷേ 18-ാം മിനിറ്റിൽ ഒരു ഞെട്ടിക്കുന്ന ഗോളായിരുന്നുവല്ലോ സ്പെയിൻ ഇന്ത്യയുടെ വലയിലേക്ക് നിറച്ചത്. പക്ഷേ തുടർച്ചയായ 2 ഗോളുകളിലൂടെ ഹർമൻപ്രീതിന്റെ പ്രകടനം എങ്ങനെ വിലയിരുത്താം ഇന്നത്തെ മത്സരത്തെ? മഞ്ജുഷ, അക്ഷരാർത്ഥത്തിൽ മഞ്ജു സൂചിപ്പിച്ചതുപോലെ സ്പെയിനിന്റെ മികവോടുകൂടിയായിരുന്നു ഒളിമ്പിക്സ് ഹോക്കിയിലെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ തുടക്കം. പക്ഷേ അതിഗംഭീരമായി തന്നെ ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗ്, ഇന്ത്യൻ ക്യാപ്റ്റൻ മുന്നിൽ നയിച്ചു. PR ശ്രീജേഷിന്റെ വിരമിക്കൽ പോരാട്ടം ഏറ്റവും അത്യുജ്വലമാക്കുന്ന തരത്തിൽ ശ്രീജേഷിനെ തോളിലേറ്റി ഇപ്പോൾ പാരീസിലെ ഹോക്കി സ്റ്റേഡിയത്തെ ബലം വെക്കുകയാണ് ഇന്ത്യൻ താരങ്ങൾ. അത്രമാത്രം ഒരു ലോക ഹോക്കിയിലെ തന്നെ ഏറ്റവും മികച്ച താരങ്ങളുടെ പട്ടികയിലേക്ക് ശ്രീജേഷ് വളർന്ന കഴിഞ്ഞ 10 വർഷത്തിൽ ഇന്ത്യക്ക് 2 വെങ്കല മെഡലുകൾ ഒളിമ്പിക്സിൽ ലഭിച്ചു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അങ്ങനെ രാജ്യാന്തര കരിയർ അവസാനിപ്പിക്കുന്ന PR ശ്രീജേഷ്, മലയാളത്തിന്റെ അഭിമാനമായിട്ടുള്ള PR ശ്രീജേഷ്, ഇന്ത്യയുടെ തന്നെ ഹോക്കി താരങ്ങളിൽ ഏറ്റവും മികച്ചതെന്ന് എക്കാലവും സൂചിപ്പിക്കാൻ കഴിയുന്ന PR ശ്രീജേഷിന്റെ അവസാന മത്സരം അങ്ങനെ വെങ്കല തിളക്കത്തോടു കൂടിയാകുന്നു. മെഡലോടെ വിരമിക്കും എന്നുള്ള ശ്രീജേഷിന്റെ ആഗ്രഹമാണ് ഇതോടെ സഫലമായത്. നേരത്തെ ശ്രീജേഷിന്റെ കുടുംബാംഗങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വലിയ വേദിയിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നേട്ടത്തോടുകൂടി കരിയർ അവസാനിപ്പിക്കണം, മികച്ച ഫോമിൽ മത്സരം അവസാനിപ്പിക്കണം എന്നുള്ള ശ്രീജേഷിന്റെ ആഗ്രഹത്തിനൊക്കെ പൂണിയെന്ന കാഴ്ചയാണ് പാരീസിൽ കാണാൻ കഴിഞ്ഞത്. 1-നെതിരെ 2 ഗോളിനാണ് ഇന്ത്യക്ക് സ്പെയിനെതിരായിട്ടുള്ള ജയം. മഞ്ജു സൂചിപ്പിച്ച പോലെ 18-ാമത്തെ മിനിറ്റിൽ, അതായത് 2-ാം ക്വാർട്ടറിന്റെ ആദ്യ 3 മിനിറ്റ് പിന്നിട്ടപ്പോൾ തന്നെ സ്പെയിനാണ് ഗോൾ നേടിയത്. ആദ്യം മാർക്ക് മിറാലസിന്റെ ഗോളിൽ ഇന്ത്യ അക്ഷരാർത്ഥത്തിൽ ഞെട്ടി. പക്ഷെ പിന്നീട് ഇന്ത്യ കരുത്തോടുകൂടി തിരിച്ചു വരുന്നത് കണ്ടു. ഈ മത്സരത്തിൽ കൃത്യമായുള്ള മേധാവിത്വം ഇന്ത്യ തന്നെയാണ് പുലർത്തിയതെന്നും നിസ്സംശയം പറയാം. ഹർമൻപ്രീത് സിംഗ്, പ്രത്യേകിച്ചും ഇന്ത്യൻ ക്യാപ്റ്റൻ, ഈ ടൂർണമെന്റിൽ ഉടനീളം മികച്ച ഫോമിലായിരുന്നു. ആ ഫോം അദ്ദേഹം ഈ ബ്രോൺസ് മെഡൽ പോരാട്ടത്തിലും തുടർന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. ഹർമൻപ്രീത് സിംഗിന്റെ ഗോളുകൾ അത് 2 തവണ സ്കോർ ചെയ്യപ്പെട്ടു. ആദ്യ ഗോൾ 30-ാമത്തെ മിനിറ്റിലും 3 മിനിറ്റിനിപ്പുറം 2-ാമത്തെ ഗോളും ഇന്ത്യക്ക് വേണ്ടി സ്കോർ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ക്യാപ്റ്റൻസിയിലൂടെ ഹർമൻപ്രീത് സിംഗ് ഇന്ത്യയെ ലീഡ് നേടി. പക്ഷേ അവസാന ക്വാർട്ടറിൽ സ്പെയിൻ പരമാവധി ശ്രമിച്ചുവെങ്കിൽ പോലും PR ശ്രീജേഷ് എന്ന ഗോൾ കീപ്പർക്ക് മുന്നിൽ പലപ്പോഴും അത് ഉത്തരമില്ലാത്ത തരത്തിൽ മാറിപ്പോയി സ്പെയിന്റെ ഓരോ നീക്കങ്ങളും. ശ്രീജേഷ് 5 സേവുകളാണ് നടത്തിയത്. പ്രത്യേകിച്ചും അത്രമാത്രം മികച്ച ഒരു ഗോൾ കീപ്പിംഗ് അവസാന മത്സരത്തിൽ ശ്രീജേഷ് തുടരുകയും ചെയ്തു. ശ്രീജേഷിന്റെ വീട്ടിലത്തെ ഒരു ആംബിയൻസ് തന്നെ അതിനുള്ള ഉദാഹരണമായിരുന്നു. ഓരോ ഗോൾ സേവിലും കയ്യടിയോടുകൂടി ശ്രീജേഷിന്റെ ഭാര്യ, മക്കൾ, അച്ഛൻ, അമ്മ എല്ലാവരും ചേർന്ന് അത് നാട്ടിലും അത് ആഘോഷമാക്കുന്ന കാഴ്ചയാണ്. 6 ഷോട്ട്സ് ആണ് നേരെ ഗോളിലേക്ക് ശ്രീജേഷ് തേടിയെത്തിയത്. അതിൽ 5 എണ്ണം സേവ് ചെയ്തു. ഒരേ ഒരു ഗോൾ, ആ വഴങ്ങിയ 18-ാം മിനിറ്റിലെ ഗോൾ മാറ്റി നിർത്തിയാൽ ശ്രീജേഷിന്റെ പ്രകടനം അത് അത്യുജ്വലമായിരുന്നു. സെമി ഫൈനലിൽ അല്പം നിറമങ്ങിപ്പോയോ എന്ന് ചോദിച്ചവർക്കുള്ള ഉത്തരമായിരുന്നു ഇന്ന് ഈ വെങ്കല മെഡൽ പോരാട്ടത്തിൽ PR ശ്രീജേഷിന്റെ പ്രകടനം. അങ്ങനെ 2 ഒളിമ്പിക്സ് മെഡൽ നേടിയ മലയാളി എന്നുള്ള ഒരു ഇതിഹാസ തുല്യ നേട്ടവുമായിട്ടാണ് PR ശ്രീജേഷ് ഇനി ഹോക്കി വേദികളിൽ നിന്ന് മാറി നിൽക്കുന്നത്. ഇനി ഹോക്കിയിൽ ശ്രീജേഷിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. പക്ഷേ അതിനേക്കാൾ ഉപരിയായി ഇന്ത്യയുടെ ഇതിഹാസ താരങ്ങളിൽ ഏറ്റവും ആദ്യ പട്ടികയിൽ ഇടം പിടിക്കുന്ന ഒരു താരമായി PR ശ്രീജേഷ് നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത്രമാത്രം ഗംഭീരമായിട്ടുള്ള ഒരു ഗോൾ കീപ്പർ, പ്രത്യേകിച്ചും ഹോക്കിയിൽ കാര്യമായിട്ടുള്ള സംഭാവനകളൊന്നും ഇല്ലാത്ത കേരളത്തിൽ നിന്ന് ഇത്രയും വലിയ ഒരു സൂപ്പർമാൻ, ഒരു ഗോൾ വലയത്തിലെ ഒരു സൂപ്പർ താരോദയമായിരുന്നു ഇന്ത്യയെ സംബന്ധിച്ച് PR ശ്രീജേഷ്. ഇന്ത്യയുടെ എക്കാലത്തെ മികച്ച ഗോൾ കീപ്പർമാരെ എടുത്താൽ അതിൽ ഒന്നാമനായി ശ്രീജേഷ് ഉണ്ടാകും. ഏറ്റവും മികച്ച ഹോക്കി പ്ലേയേഴ്സിനെ എടുത്താൽ അതിലും ആദ്യ 10-ൽ ശ്രീജേഷിന്റെ പേരുണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത്രമാത്രം ഒരു ഇതിഹാസ തുല്യൻ എന്ന നിരയിലേക്ക് ഉയരാൻ ശ്രീജേഷിന് കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ത്യയുടെ അഭിമാനമായി തന്നെ PR ശ്രീജേഷ് നിൽക്കും. ഒരുപക്ഷെ ശ്രീജേഷിന് വേണ്ടി ഒരു മെഡൽ എന്നുള്ള തലത്തിലേക്കായിരിക്കും ഈ ഹോക്കി ഒളിമ്പിക്സിലെ ഈ മെഡൽ നേട്ടത്തെ ഇന്ത്യ അറിയാൻ പോകുന്നത്. കഴിഞ്ഞ തവണ ജർമ്മനിയെ തോൽപ്പിച്ച് നമ്മൾ ടോക്കിയോയിൽ നിന്ന് വെങ്കല മെഡലുമായി മടങ്ങിയിരുന്നു. അങ്ങനെ തുടർച്ചയായ 2-ാം തവണയും ഒളിമ്പിക്സിൽ ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡൽ
സ്വന്തമാക്കുന്നു. ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം, ഒരുപക്ഷെ ഇത് ഇന്ത്യക്ക് വെള്ളിയോ സ്വർണമോ നേടിത്തരേണ്ട ഒരു ഇനമായിരുന്നു. കാരണം സെമിയിൽ അത്രമാത്രം മികച്ച പ്രകടനം ഇന്ത്യ കാഴ്ചവെക്കുകയും ചെയ്തതാണ്. പക്ഷേ നേരിയ വ്യത്യാസത്തിലാണ് ഇന്ത്യക്ക് സെമിയിലെ ആ ജയം നഷ്ടമായത്. എന്താണെങ്കിലും ഇന്ത്യക്ക് മെഡൽ അക്ഷരാർത്ഥത്തിൽ PR ശ്രീജേഷ് സമ്മാനിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഇന്നത്തെ മത്സരത്തിലെ അവസാന ക്വാർട്ടർ അത് സ്പെയിനിന്റെ ആക്രമണങ്ങളുടെ ഒരു തേരോട്ടം തന്നെയായിരുന്നു അവസാന 15 മിനിറ്റ്. പക്ഷേ അതിനൊക്കെ മുന്നിൽ ഒരു കാവലാളായി തന്നെ നിന്ന് PR ശ്രീജേഷ് ഇന്ത്യക്ക് ജയം സ്വന്തമാക്കുന്നു. അഭിമാനമായി മാറുന്നു ഇന്ത്യക്ക് ഹോക്കി. അങ്ങനെ ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഇന്ത്യക്ക് 13ാമത്തെ മെഡലാണ് ഹോക്കിയിൽ നിന്ന് മാത്രം ലഭിക്കുന്നത്. 8 സ്വർണ്ണ മെഡൽ ഇന്ത്യക്ക് സ്വന്തമായിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ 4ാമത്തെ വെങ്കല മെഡൽ ഇന്ത്യക്ക് സ്വന്തമായിരിക്കുന്നു ഒളിമ്പിക്സിന്റെ ഹോക്കിയിൽ. ഒളിമ്പിക്സ് ഹോക്കിയിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ രാജ്യം അത് ഇന്ത്യയാണെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 8 സ്വർണം, 1 വെള്ളി, 4 വെങ്കലം എന്നിങ്ങനെ 13 മെഡലുകളാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സ് ചരിത്രത്തിൽ ഉള്ളത്. 1948 ആദ്യ സ്വർണം നേടിയ ഇന്ത്യക്ക് പിന്നെ 80-ലാണ് ഏറ്റവും ഒടുവിൽ അവസാന സ്വർണം നേടാൻ കഴിഞ്ഞത്. അതിനുശേഷം ഇന്ത്യൻ ഹോക്കി ടീമിന്റെ ഒരു പ്രകടനം അത് മോശമായി തന്നെ പലപ്പോഴും വിലയിരുത്തി. അതിനുള്ള ഒരു മറുപടിയായിരുന്നു 2020 ടോക്കിയോ ഒളിമ്പിക്സിലെ ഇന്ത്യയുടെ വെങ്കല മെഡൽ. ഇപ്പോൾ വീണ്ടും മറ്റൊരു ഒളിമ്പിക്സ് കൂടി എത്തിയപ്പോൾ അവിടെയും ഇന്ത്യ വെങ്കല മെഡൽ സ്വന്തമാക്കുന്നു. ഹോക്കിയിൽ ഇന്ത്യ വെങ്കല മെഡൽ നേടുന്ന ഏറ്റവും സുന്ദരമായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. ശ്രീജേഷിന്റെ വീട് ഇപ്പോൾ ആഘോഷ തിളക്കത്തിലാണ്, സന്തോഷത്തിലാണ്. PR ശ്രീജേഷിന്റെ വീട്ടുകാരും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാം ചേർന്ന് ആ അഭിമാന നിമിഷത്തെ, വിജയ നിമിഷത്തെ കൊണ്ടാടുന്നു എന്ന് വേണം പറയാൻ. എറണാകുളം പള്ളിക്കരയിൽ കിഴക്കമ്പലത്തുള്ള ശ്രീജേഷിന്റെ വസതിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ശ്രീജേഷിന്റെ അച്ഛൻ ഇപ്പോൾ രവീന്ദ്രൻ അദ്ദേഹം സംസാരിക്കുന്നത് കേൾക്കാം. ആ സന്തോഷം പങ്കുവെക്കുകയാണ് അദ്ദേഹം. ഈ എപ്പോഴും മകനൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരാളാണ് ശ്രീജേഷിന്റെ അച്ഛൻ. അപ്പൊ ലാസ്റ്റ് നിമിഷം നമുക്ക് ഒന്നും പറയാൻ പറ്റില്ല. 2-1 ആണ് കളി നടക്കുന്നത്. എപ്പോഴാ ഡ്രോപ്പ് എപ്പോഴടിക്കിട്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഏതായാലും നമ്മൾ ദൈവം കാത്തു. സന്തോഷം. ദൈവം നിങ്ങൾക്ക് നന്ദി. ഓക്കെ മോളെ താങ്ക് യു. ഇന്ത്യൻ ഹോക്കിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായ പ്രധാന വ്യക്തി എന്ന് പറയുന്നത്, പ്രധാന കളിക്കാരൻ എന്ന് പറയുന്നത് PR ശ്രീജേഷ് ആണ്. 80-ന് ശേഷം തുടർച്ചയായിട്ട് ഇന്ത്യൻ ടീം പിന്നോട്ട് പോവുകയായിരുന്നു ഹോക്കിയിൽ. പക്ഷേ 2020-ൽ ഇന്ത്യക്ക് ഒരു വെങ്കല മെഡൽ നേടിക്കൊടുക്കുവാൻ കഴിഞ്ഞതിൽ ഏറ്റവും നിർണായകമായ പങ്കുവഹിച്ച PR ശ്രീജേഷ് ഇപ്പോൾ 2024-ൽ പാരീസ് ഒളിമ്പിക്സിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിച്ചിരിക്കുകയാണ്. ശ്രീജേഷിന്റെ അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ അവസാന ക്വാർട്ടർ ശ്വാസമടക്കി പിടിച്ചേ കാണാൻ കഴിയുമായിരുന്നുള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിലും സ്പെയിൻ ഗോൾ മടക്കാം എന്ന നിലയിലായിരുന്നു. അങ്ങനെ വന്നാൽ പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് പോകും. പക്ഷേ അപ്പോഴും ഇന്ത്യക്ക് വിശ്വാസമുണ്ടായിരുന്നു പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്ക് മത്സരം പോയാൽ ജയം ശ്രീജേഷ് നേടിക്കൊടുക്കുമായിരുന്നുവെന്ന്. വണ്ടി എടുക്കാനുണ്ട്. സന്തോഷമായിരുന്നു. ഫൈനലില് തോറ്റന്റെ സങ്കടം ഉണ്ടായിരുന്നു. അത് ഈ ഒരു സന്തോഷത്തിൽ, ജയത്തിൽ ഞാൻ തീർത്തു. അത് ഫൈനൽ ഒരു വാക്കായിരുന്നു. അച്ഛൻ പിരിയാണല്ലോ, അപ്പൊ സ്വർണം കൈവെള്ളയിൽ എത്ര ആയിരുന്നു ആഗ്രഹം. നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു സ്വർണത്തിന്. പക്ഷെ കിട്ടിയത് വെള്ളി ആയിക്കോട്ടെ, നിറം ഒരു പ്രശ്നമല്ല. നമുക്ക് മെഡലാണ് വേണ്ടത്. ആ, 2ാമത്തെ മെഡലാണിത്. ശ്രീജേഷിന്റെ വീട്ടിലേക്ക് 2ാമത്തെ മെഡൽ എത്തുകയാണ്. 2020-ൽ ഒളിമ്പിക്സ് വെങ്കലം, 2024-ലും വെങ്കല മെഡലുമായിട്ട് ശ്രീജേഷ് മടങ്ങിയെത്തുകയാണ്. വിരമിക്കൽ മത്സരത്തിലാണ്. 335ാമത്തെ മത്സരമാണ് ഇന്ത്യൻ ജേഴ്സിയിൽ ശ്രീജേഷ് കളിച്ചത്. ആ മത്സരത്തിലൂടെ വെങ്കല മെഡൽ ഇന്ത്യക്കായി സമ്മാനിച്ചിരിക്കുകയാണ്. അവസാന ക്വാർട്ടറിൽ പൊരുതി നിന്ന സ്പെയിനിന് മേൽ വിലങ്ങുതടിയായി നിന്നത് ശ്രീജേഷിന്റെ പോരാട്ടമായിരുന്നു. അങ്ങനെ ശ്രീജേഷ് മുന്നിൽ നിന്ന് നയിച്ചു. ഗോൾ കീപ്പറായ ശ്രീജേഷ് എപ്പോഴും ഇന്ത്യയെ മുന്നിൽ നിന്ന് നയിക്കുകയായിരുന്നു. ഹർമൻപ്രീത് സിംഗിന്റെ ഇരട്ട ഗോൾ ഇന്ത്യയുടെ വിജയം ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ഒളിമ്പിക്സ് ഹോക്കിയിൽ വീണ്ടും ഇന്ത്യക്ക് മെഡൽ കിട്ടിയിരിക്കുകയാണ്. എൽദോ, ഇത് അഭിമാന നേട്ടം എന്നതിനുപരിയായിട്ട് ഇന്ത്യൻ ഹോക്കി ഒരു ഘട്ടത്തിൽ തളർച്ചയുടെ പടുകുഴിയിലായിരുന്നു. അവിടെ നിന്ന് ഉയർത്തെഴുന്നേൽക്കുവാൻ ഏറ്റവും പ്രധാന കാരണക്കാരനാണ് ഈ 20 വർഷവും ഇന്ത്യക്കായി തിളങ്ങി നിന്ന ശ്രീജേഷ്. ഒരു സംശയവുമില്ലല്ലോ, ശ്രീജേഷിന്റെ തോളിലേറിയാണ് ഈ 20 വർഷത്തിൽ ഒരു 15 വർഷമെങ്കിലും ഇന്ത്യൻ ടീം മുന്നോട്ട് പോയത് എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ലല്ലോ. മഞ്ജുഷ, ഉറപ്പായിട്ടും ഈ വർഷങ്ങൾക്കിടയിൽ ഇന്ത്യൻ ഹോക്കി, അത് ഹോക്കി ഇന്ത്യയുടെ ദേശീയ ഗെയിമാണെങ്കിൽ പലപ്പോഴും ഒളിമ്പിക്സിൽ മാത്രം ഇന്ത്യ നിറം മങ്ങുന്ന കാഴ്ചയാണ്. ലോക വേദികളിൽ പലപ്പോഴും ഇന്ത്യ തിളങ്ങാറുണ്ടെങ്കിൽ പോലും ഒളിമ്പിക്സിൽ എപ്പോഴും നിറമങ്ങിപ്പോകുന്ന ഒരു ഹോക്കി ടീമിനെയാണ് നമ്മൾ എപ്പോഴും കാണാറ്. പക്ഷെ അതിനുള്ള വ്യത്യാസമായിരുന്നു 2020-ൽ.
ഇതിൽ നേരത്തെ മഞ്ജു സൂചിപ്പിച്ചതുപോലെ ഈ PR ശ്രീജേഷിന്റെ ഒരു സാന്നിധ്യം അത് നിർണായകമായിരുന്നു. PR ശ്രീജേഷ് അത് ഒരു നോൺ പ്ലേയിങ് അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റൻ അല്ല എങ്കിൽ പോലും ഒരു ഗോൾ കീപ്പറുടെ പോസ്റ്റിൽ നിന്നുകൊണ്ട് ആ ടീമിനെ നയിക്കുന്ന ഒരു പ്ലെയറാണ്. അത് ഏറ്റവും കൂടുതൽ നമ്മൾ പറയും ഈ ഹോക്കിയിൽ ഫുട്ബോളിലുമാണെങ്കിലും ഗോൾ കീപ്പർക്കാണ് ആ മത്സരത്തിന്റെ ചലനം ഏറ്റവും ഭംഗിയായി വീക്ഷിക്കാൻ കഴിയുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു ഗോൾ കീപ്പിംഗ് പോസ്റ്റിന് കീഴിൽ നിന്നുകൊണ്ട് കൃത്യമായി നിർദ്ദേശങ്ങൾ നൽകുന്ന ഒരു പ്ലെയറാണ് PR ശ്രീജേഷിന്റെ നിർദ്ദേശങ്ങൾക്ക് കൃത്യമായിട്ടുള്ളൊരു മാനം, കൃത്യമായിട്ടുള്ളൊരു വില കൽപ്പിക്കാറുമുണ്ട് ഇന്ത്യൻ താരങ്ങൾ. എപ്പോഴും ശ്രീജേഷിനെ ഒരു ജ്യേഷ്ഠതുല്യനായി കണ്ട് ടീം അംഗങ്ങൾ ചേർത്ത് നിർത്തുകയും ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ജയത്തിൽ ശ്രീജേഷിനെ ഇത്രമാത്രം കരുതലോടുകൂടി ഇന്ത്യൻ ടീം ചേർത്ത് നിർത്തുന്നതും. അപ്പോൾ PR ശ്രീജേഷിന്റെ ഒരു ക്രിയേറ്റിവിറ്റി അത് കേവലം ഗോൾ കീപ്പിംഗിലെ സേവുകളിൽ മാത്രമായിരുന്നില്ല. ഇന്ത്യയുടെ കളി മെനയുന്നതിൽ, ഇന്ത്യയുടെ ഹോക്കി ടീമിനെ ഒരു കൃത്യമായ രീതിയിൽ പുനർനിർമ്മിക്കുന്നതിലും PR ശ്രീജേഷ് കൃത്യമായിട്ടുള്ള സ്വാധീനം, സാന്നിധ്യമായി മാറി എന്നുള്ളതാണ് ഈ കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ കണ്ട ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള മാറ്റം. ഈ 10 വർഷത്തിനിടയിലാണ് ഇന്ത്യ സമാനതകളില്ലാത്ത നേട്ടം ഹോക്കിയിൽ കൊണ്ടുവന്നതും. അതിന്റെ മുഖ്യ ശില്പി അത് PR ശ്രീജേഷ് ആണെന്ന് പറയാം. കേവലം ഒരു ഗോൾ കീപ്പർ എന്നതിനും അപ്പുറം ഒരു ടീമിന്റെ മെന്റർ എന്നുള്ള നിലയിൽ പോലും ശ്രീജേഷിനെ കണക്കാക്കേണ്ടി വരും. അത്രമാത്രം ഒരു നിർണായക സാന്നിധ്യമായിരുന്നു, സ്വാധീനമായിരുന്നു ടീമിൽ ഉടനീളം PR ശ്രീജേഷ്. ആ സാന്നിധ്യവും സ്വാധീനവുമാണ് ഇപ്പോൾ തുടർച്ചയായിട്ടുള്ള 2ാമത്തെ ഒളിമ്പിക്സിലും മെഡൽ നേടുക എന്നുള്ള കാര്യത്തിലേക്ക് ഇന്ത്യ എത്തിച്ചത്. തുടർച്ചയായ 2ാമത്തെ ഒളിമ്പിക്സ് ഹോക്കിയിലും ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിക്കുമ്പോൾ അതിൽ ശ്രീജേഷിന്റെ സംഭാവന, ശ്രീജേഷിന്റെ അധ്വാനം, പ്രയത്നമൊക്കെ അത് വലുതാണ്. ഒരുപക്ഷെ ഇന്ന് ഈ തവണത്തെ ടീം ടോക്കിയോ ഒളിമ്പിക്സിൽ പങ്കെടുത്ത ഇന്ത്യൻ ടീമിനേക്കാൾ കരുത്തുറ്റതായിരുന്നു. പ്രത്യേകിച്ചും പെനാൾട്ടി സ്പെഷ്യലിസ്റ്റുകളായിരുന്നു ഇന്ത്യൻ ടീമിന്റെ ഏറ്റവും കരുത്ത്. അങ്ങനെ ഫൈനലിലേക്ക് ഉറപ്പായിട്ടും എത്തേണ്ട ഒരു ടീമായിരുന്നു ഇന്ത്യ. ഈ ജർമ്മനിയെ, ന്യൂസിലൻഡിനെ തകർത്തുകൊണ്ട് തന്നെ തുടങ്ങി. പിന്നീടും ജയം തുടർന്ന ഇന്ത്യക്ക് സെമി ഫൈനലിൽ മാത്രമാണ് ഒന്ന് അടിപതറിയത്. ആ അടിപതറിയത് ജർമ്മനിക്കെതിരെയാണ്. കഴിഞ്ഞ തവണ നമുക്കറിയാം 2020 ടോക്കിയോയിൽ ജർമ്മനിയെ തോൽപ്പിച്ചാണ് അന്ന് ഇന്ത്യ വെങ്കലം നേടിയതെങ്കിൽ ഈ കഴിഞ്ഞ സെമിയിൽ പക്ഷേ ഇന്ത്യക്ക് അവിടെ അടിതെറ്റി. ശ്രീജേഷും അല്പം സമ്മർദ്ദത്തിൽ പെട്ടുപോയോ എന്നുള്ള സംശയം സെമി ഫൈനലിൽ തോന്നി. എന്നാൽ പോലും ഇന്ന് വെങ്കല മെഡൽ പോരാട്ടത്തിൽ ആ സമ്മർദ്ദത്തിന്റെ യാതൊരു സാധ്യതയും ഇല്ലാതെ അദ്ദേഹം കൃത്യമായി ഒരു ഗോൾ കീപ്പർ, ഒരു ഏറ്റവും സീനിയർ മോസ്റ്റ് പ്ലെയർ എന്നുള്ള തലത്തിലുള്ള പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു. ശരിയാണ്. എന്തായാലും ആ സെമി ഫൈനൽ പോരാട്ടത്തിൽ നിരാശയുണ്ടായിരുന്നു. കാരണം ജർമ്മനിയെ ഇന്ത്യക്ക് തോൽപ്പിക്കാൻ കഴിയുമായിരുന്നുവെന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചിരുന്നതാണ്. പക്ഷേ അന്ന് ശ്രീജേഷ് അല്പം നിറം മങ്ങിയോ എന്നും തോന്നിച്ചിരുന്നു. പക്ഷേ വെങ്കല മെഡൽ പോരാട്ടത്തിൽ അതല്ല കാണാനായത്. മറ്റൊരു ശ്രീജേഷിനെയാണ് സ്പെയിനിനെ തോൽപ്പിച്ച് ഇന്ത്യക്ക് വെങ്കല മെഡൽ സമ്മാനിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചത് മലയാളി താരം PR ശ്രീജേഷ് എന്ന ഇന്ത്യൻ ഗോൾ കീപ്പറാണ്, മുൻ ഇന്ത്യൻ ക്യാപ്റ്റനാണ്. ഇന്ത്യൻ ക്യാപ്റ്റൻ ഹർമൻപ്രീത് സിംഗിന്റെ ഇരട്ട ഗോൾ മികവോടെ അങ്ങനെ ഇന്ത്യ വീണ്ടും ഒളിമ്പിക്സ് ഹോക്കിയിൽ മെഡൽ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഇന്ത്യക്ക് പാരീസിൽ ഹോക്കിയിൽ വെങ്കല മെഡൽ. സന്തോഷത്തിന്റെ നിമിഷങ്ങളാണ്. ഇന്നും മുഴുവനും ഈ ആഘോഷം രാജ്യത്തുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഹോക്കി ഇന്ത്യയുടെ ദേശീയ ഗെയിമാണ്. അതിനാൽ തന്നെ അത് ആഘോഷിക്കുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. പാരീസിൽ ആ വെങ്കലത്തിന് പൊന്നിന്റെ തിളക്കം തന്നെ ഉണ്ടാവും.